പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. വെങ്ങനല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 63ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി പുരോഗമിക്കുന്നു. നാളെ ആറാട്ടും ഘോഷയാത്രയും നടക്കും. ജനുവരി 9 പുലർച്ചെ അയ്യപ്പ ജനനത്തോടെ ഉത്സവം സമാപിക്കും. വെങ്ങാനല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പുരോഗമിക്കുന്നു. മണ്ഡലകാലത്തിന്റെ പുണ്യമായി നടത്തുന്ന 63ാമത് ദേശീയവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉത്സവത്തിന്റെ 7ാം ദിനമായ ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രണവം ചേലക്കര അവതരിപ്പിച്ച തിരുവാതിരക്കളിയും വെങ്ങാനല്ലൂർ മുക്കുറ്റി തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറി. തുടർന്ന് ദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അന്നദാനവും നടന്നു. മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാളെയും മറ്റന്നാളുമായിട്ടാണ് നടക്കുക. ജനുവരി 8 നാളെ പുലർച്ചെ ഗണപതി ഹോമം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം കെട്ടുനിറ ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനത്തിന് ശേഷം 2 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തിരുവീമ്പിലപ്പൻ സന്നിധിയിൽ വെച്ച് നടക്കുന്ന ആറാട്ടിന് ശേഷം ഉടുക്ക്, മേളം, താലം എന്നിവയുടെ അകമ്പടിയോടെ ഗംഭീര ഘോഷയാത്ര നടക്കും. കലാമണ്ഡലം ശങ്കരൻകുട്ടിയും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യം നാളത്തെ എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടും. രാത്രി തായമ്പകയും അയ്യപ്പൻ പാട്ടും നടക്കും. ജനുവരി 9 വെള്ളിയാഴ്ച പുലർച്ചെ 1 നടക്കുന്ന അയ്യപ്പ ജനനം ചടങ്ങോടെ ഈ വർഷത്തെ ദേശവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തിയാകും. CCV ന്യൂസ് ചേലക്കര.